കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല ഈ പുതിയതായിട്ട് ഇലക്ഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കുമുണ്ട്. ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ജനദ്രോഹ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ജോസ് കെ മാണി നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും അവർ മറ്റൊരു മുന്നണിയിൽ ചേരുകയൊക്കെ ചെയ്യുകയും ജോസഫ് ഗ്രൂപ്പിൻ്റെ മാണി ഗ്രൂപ്പിൻ്റെയാണ് രാജ്യസഭാ സീറ്റ്. ആ മാണി ഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ മാണി ഗ്രൂപ്പുകാരാവട്ടെ, ആരെങ്കിലും ആകട്ടെ, ഏതായാലും കേരള കോൺഗ്രസ്സുകാരനാകണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞു യൂത്ത് ഫണ്ടിന് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ തുടക്കമത. ഒരു വർഷത്തിലധികം കൂടി ലോക്സഭാ അംഗത്വമുള്ള ആൾ വീണ്ടും എനിക്ക് രാജ്യസഭ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം രാഷ്ട്രീയക്കാർ എല്ലാ നേതാക്കന്മാരും, അതായത് തലമുതിർന്ന പല നേതാക്കന്മാരും, അത് UDF LDF പറയുന്ന ആൾക്ക് പറയുന്നത് ജോസ് കെ മാണി ഇതുവരെ രാഷ്ട്രീയ പക്വത നേടിയില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ജോലിയൊക്കെ സമ്പാദിച്ച് ഒരു 35-40 വയസ്സോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത്. സത്യത്തിൽ അദ്ദേഹത്തെ അന്നാണ് ഞാൻ പോലും കാണുന്നത്. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ തൽപരനാണ് എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷനും പ്രമുഖ കേരള കോൺഗ്രസ് നേതാവുമായ ശ്രീ സജി മഞ്ഞക്കടമ്പനാണ്. നമസ്കാരം. ഇലക്ഷൻ, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ ഇവിടെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ കേരള കോൺഗ്രസ്സുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയം ആണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല ഈ പുതിയതായിട്ട് ഇലക്ഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് കൂടെയില്ല. അന്ന് UDFൻ്റെ ഭാഗമായി ഇലക്ഷൻ നേരിട്ട ചില നേതാക്കന്മാർ ഇന്ന് LDFൻ്റെ ഭാഗമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇലക്ഷനെ നേരിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച്, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളും ഒരു വിഭാഗം ജോസ് കെ മാണിയുടെ വിഭാഗം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേക്കേറി നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കുമുണ്ട്. ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ജനദ്രോഹ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ടും കാർഷിക വിളകളുടെ വിലത്തകർച്ച കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാകാതെ ജനങ്ങളിന്ന് വളരെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളെ വഞ്ചിച്ചു പോയവർ അപ്പുറം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊണ്ട് ഭയപ്പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടയത്തെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ടായും. പിന്നീട് അത് ഒരു ഭാഗം മാറി നിൽക്കാനും ഒരുപാട് വിഷയങ്ങളിലേക്കൊക്കെ പോകാനുള്ള കാരണം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് സാറ് കോട്ടയത്ത് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനോട് പൂർണ്ണമായും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കന്മാർ ഇതിൽ പ്രതിഷേധിച്ചാണ് പിന്നീട് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വരുന്നത്. ഇത്തവണ എന്താണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനാണ് കോട്ടയം സീറ്റ് എന്ന് കോൺഗ്രസ് പറയുകയുണ്ടായി. ഇനിയിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതൃയോഗം ചേർന്ന് പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി ചുമതലപ്പെടുത്തും. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ എല്ലാ കേരള കോൺഗ്രസ് പ്രവർത്തകരും അത് അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം എല്ലാവരും സജീവമായി രംഗത്തിറങ്ങും. അതിനകത്ത് യാതൊരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ ഈ പിളർപ്പുണ്ടായതിനു ശേഷം, അതായത് PJ ജോസഫ് സാറിൻ്റെ പ്രഖ്യാപന നയം സ്വീകരിക്കുകയും അതേസമയം ജോസ് കെ മാണി നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും
അവർ മറ്റൊരു മുന്നണിയിൽ ചേരുകയൊക്കെ ചെയ്യുകയും അത് അവർക്ക് പാർട്ടി ചിഹ്നം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവർക്ക് പാർട്ടി ചിഹ്നമുണ്ട്. കുറച്ചുകൂടി അവർ ഈ രണ്ടിലെ ചിഹ്നം എന്ന് പറയുന്നത് ചില വൈകാരികമായി ഇവിടെയുള്ള കേരള കോൺഗ്രസ്സുകാരുടെ ഒരു വൈകാരികമായ ഒരു ചിഹ്നമാക്കിയാണ് പരിഗണിക്കപ്പെടുന്നത്. രണ്ടിലെ ചിഹ്നം വൈകാരികമാണെങ്കിൽ അതാകേണ്ടിരുന്നത് പാലായില്ല. രണ്ടിലെ ചിഹ്നം എന്നുള്ളതല്ല, ഇവിടെ സ്ഥാനാർത്ഥി മുന്നണി ഇതാണ് ഇവിടെ പ്രധാനം. ചിഹ്നം ഏതുമാകട്ടെ, സ്ഥാനാർത്ഥിയെ നോക്കിയും മുന്നണിയെ നോക്കിയുമാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പാലായിൽ മാണിസാറിൻ്റെ മണ്ഡലമാണ്. മാണിസാർ മത്സരിച്ച് 52 വർഷക്കാലം MLA ആയ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി ഈ 17,000-ൽ പരം വോട്ടിന് പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പാലായിലെ ജനങ്ങൾ വെറുത്തു, കോട്ടയത്തെ ജനങ്ങൾ വെറുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? PJ ജോസഫ് സാറ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു, കൊടുക്കാവുന്നതായിരുന്നു. പക്ഷേ അത് ചില ആളുകളുടെ, ജോസ് കെ മാണി അടക്കമുള്ള ചില ആളുകളുടെ ഇടപെടൽ കൊണ്ട് മാണി സാറിനെ പിന്തിരിപ്പിച്ച് അത് ചാഴികാടനിലേക്ക് എത്തിക്കുകയായത്. അതിന് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, കേരള കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ചേലക്കുന്ന് ക്യാമ്പിൽ തീരുമാനമെടുത്തു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചേക്കാറാൻ ശ്രമിച്ചു. അന്ന് ബഹുമാനായ PJ ജോസഫ് സാറും CF തോമസ് സാറും ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് CPIയുടെ കടുത്ത എതിർപ്പും വന്നപ്പോൾ വീണ്ടും തിരിച്ച് UDFിലേക്ക് കയറേണ്ട ഗതികേടുണ്ടായി. അപ്പോൾ നമുക്കറിയാം, അന്ന് വന്നപ്പോൾ കേരള കോൺഗ്രസ് ഒരു പാർലമെൻറ്റ് രാജ്യസഭാ സീറ്റ് വരുന്നത് കേരള കോൺഗ്രസിന് തരണം, ഒരു ഗിഫ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ മുഴുവൻ മാണിസാറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾ തീരുമാനമെടുത്ത് പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കി വീണ്ടും UDFിലേക്ക് തിരിച്ചു ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ആ സീറ്റ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് നിലവിൽ MP ആയിരുന്ന ജോയി അബ്രാഹത്തിന് തുടരാൻ അനുമതി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതിന് പകരം അത് കേരള കോൺഗ്രസിനുമായി പുലബന്ധമില്ലാത്ത, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ കൊടുക്കാനായി ജോസ് കെ മാണിയും ചില ആളുകളും ഗൂഢാലോചന നടത്തി. അതിനെതിരെ എന്ന് CF തോമസ് സാറും PJ ജോസഫ് സാറും ശക്തമായ നിലപാടെടുത്തു. ഞാൻ നോക്കും, CF തോമസ് സാർ പറഞ്ഞത് കേരള കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ രാജ്യസഭയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് അതിശക്തമായി PJ ജോസഫ് സാറും CF സാറും അതിനെ എതിർത്തത് കൊണ്ടാണ് തിരുവനന്തപുരത്താണ് ചർച്ച നടന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ചർച്ച നടക്കുമ്പോഴുണ്ട്. അവിടെ നിന്ന് ചർച്ച നടത്തി പാലായിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനന്ന് യൂത്ത് ഫണ്ട് പ്രസിഡന്റാണ്. ജോസഫ് സാറ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് 2-3 പേരുടെ പേര് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവർ പറഞ്ഞത് ജോസഫ് ഗ്രൂപ്പിൻ്റെ, മാണി ഗ്രൂപ്പിൻ്റെയാണ് രാജ്യസഭാ സീറ്റ്. ആ മാണി ഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ മാണി ഗ്രൂപ്പുകാരാവട്ടെ, ആരെങ്കിലും ആകട്ടെ, ഏതായാലും കേരള കോൺഗ്രസ്സുകാരനാകണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് എന്നതിൽ ഞാൻ പറഞ്ഞു യൂത്ത് ഫണ്ടിന് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും അങ്ങനെയും കൂടെ വന്നപ്പോൾ പെട്ടെന്ന് പാലായിൽ അന്ന് തന്നെ ചർച്ച, വൈകിട്ട് 7 മണിക്ക് ചർച്ച മാറ്റി പാലായി വന്നു. അപ്പോഴത്തേനും മറ്റൊരാളുടെ പേര്, മാണി ഗ്രൂപ്പുകാരൻ്റെ പേര്, എൻ്റെ പേര് വന്നു. ജോയി അബ്രാഹത്തിനായാലും കൊടുക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പേര് വന്നപ്പോഴത്തേനും പെട്ടെന്ന് പ്രിയപ്പെട്ട ജോസ് കെ മാണി പറഞ്ഞു പറ്റത്തില്ല, പുള്ളിക്ക് തന്നെ വേണം. നിങ്ങൾ നോക്കണം, കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ തുടക്കമത. ഒരു വർഷത്തിലധികം കൂടി ലോക്സഭാ അംഗത്വമുള്ള ആൾ വീണ്ടും എനിക്ക് രാജ്യസഭ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ഇത് കൊടുക്കാൻ കഴിയാതെ അദ്ദേഹം ഏറ്റെടുത്തു. എലക്ട് ചെയ്യപ്പെട്ട സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ രാജ്യസഭാ അംഗത്വം ഏറ്റെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പരാജയം. സത്യത്തിൽ നമ്മളൊക്കെ എന്താ വിചാരിക്കേണ്ടത്? ഈ ഒരു സ്ഥാനം കിട്ടിയാൽ എനിക്കെല്ലാം കൂടെ MPയും MLAയും കൂടെ ആകാൻ പറ്റില്ല. മറ്റൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കുവാനുള്ളൊരു മനസ്സ് ആ നേതൃത്വം കാട്ടിയിരുന്നുവെങ്കിൽ, എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, മറ്റാർക്കെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് ഇനി ഗതി വരില്ലായിരുന്നു. അതാണ് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസും അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിന് പോലും ഇപ്പോൾ കാരണമായിരിക്കുന്നത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകുക എന്നുള്ളത് ജോസ് കെ മാണിയുടെ ഒരു തീരുമാനമായിരുന്നു നേരത്തെ തന്നെ. എന്തിനാണെന്ന് എനിക്കറിയില്ല. നമുക്കറിയാം, ബാർക്കോഴ വിവാദമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിലൊക്കെ എന്തോ ഭയപ്പാടിൻ്റെ കൂടി വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് പോകണം അദ്ദേഹം ആഗ്രഹിച്ചു. അത് അദ്ദേഹം സാധിച്ചു. പക്ഷേ ആദർശത്തിൻ്റെ പേരിലായിരുന്നില്ല, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എന്തെങ്കിലും ഒരു പഠനപ്പടക്കത്തിൻ്റെ പേരിലായിരുന്നില്ല അദ്ദേഹം പോയത് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജോണി നല്ലൂരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉന്നയിച്ചൊരു ഏറ്റവും വലിയ ആരോപണം, കേരള കോൺഗ്രസ് എമ്മിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളതെന്നും വെറ്ററൻസിൻ്റെ മാത്രം ഒരു സംഘടനയായിട്ട് ഇപ്പം കേരള കോൺഗ്രസ് ജെ മാറിയിരിക്കുന്നു, അതായത് ജോസഫ് ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എനിക്കറിയത്തില്ല. അദ്ദേഹം നമ്മളെ കണ്ടതാ. കേരള കോൺഗ്രസ് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളതുകൊണ്ടായാണോ അദ്ദേഹം അങ്ങോട്ട് പോയേ? അദ്ദേഹം നമ്മൾ ഒരു 6 മാസം മുമ്പ് ഒരു ഹഫീസുമായി സംസാരിക്കുന്നത് കേട്ടടാവേ, നീ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ, ഒരു വണ്ടിയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അദ്ദേഹത്തിന് ഭരണം വേണം, ഭരണത്തിൻ്റെ ഭാഗമായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പോയതാ. അവിടുത്തെ യുവാക്കളെയും യുവതികളെയും കണ്ട് ആകൃഷ്ടരായി അദ്ദേഹം പോയതൊന്നുമല്ല. അദ്ദേഹത്തിന് മറ്റൊരു പോക്കണമില്ല. നമ്മൾ കണ്ടു, BJPയിൽ പോവുകയാണ്, BJP മുന്നണി ഉണ്ടാക്കി,
അവിടെ ഒരാഴ്ച കൊണ്ട് അതെല്ലാം തകർന്നു പോയി. അതിനപ്പുറത്ത് അന്ന് ബഹുമാനപ്പെട്ട ജോണി നെല്ലൂരിനോടൊപ്പം കേരള കോൺഗ്രസിലേക്ക് വന്ന് ഒരാളെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിരിക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ചെറുപ്പക്കാരുണ്ട്, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഓർത്ത് ജോണി നെല്ലൂർ ഒട്ടും ദുഃഖിക്കരുത്. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ലൊരു സ്ഥാനം, നല്ലൊരു പാർട്ടിയിൽ കയറാൻ പറ്റും. ഇനി അദ്ദേഹം അവിടെ നിന്ന് മര്യാദക്കാരനായി നല്ല ഒരു നേതാവായി അദ്ദേഹം തുടർന്ന് രാഷ്ട്രീയത്തിൽ കാണണം എന്നുള്ള ഒരു ആശംസ മാത്രമേ ഞങ്ങൾക്ക് പറയാം. അത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏതാണ്ട് മണിക്കൂർ മുമ്പെയാണ് അദ്ദേഹം ജോസ് കെ മാണിയെ കണ്ട് മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. അത് പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ സംസാരത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന നല്ല കാര്യമാണ്. തറവാട്ടിൽ പോകുന്നതല്ല, ഈ തറവാട്ടിൽ നിന്ന് എന്തിനാ ഇറങ്ങിപ്പോയെന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. ആ തറവാട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മുടിഞ്ഞ തറവാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചിരുന്നത്. നേരത്തെ തറവാട് നല്ലതാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന നല്ല കുടുംബാംഗങ്ങളെല്ലാം നല്ല സന്തോഷ സുഖത്തോടും പോലെ ഒരു തറവാടായിരുന്നു. ഇപ്പോൾ മുടിഞ്ഞ് മുത്തോലപുരത്ത് നിൽക്കുന്ന ഒരു തറവാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോയി. അദ്ദേഹം ആ തറവാട് നന്നാക്കട്ടെ. പൊതുവെ ഇരുന്ന ഒരു ഏറ്റവും വലിയ ആരോപണം പി ജെ ജോസഫ് ഗ്രൂപ്പിന് യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലയിൽ ശക്തി കുറവാണെന്നും അദ്ദേഹത്തിൻ്റെ ചില നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, അണികൾ വളരെ കുറഞ്ഞു, എല്ലാം കാലടിയിലെ അണികളൊക്കെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എങ്ങനെയാണ് അതിന് നോക്കുകയാണെന്ന്? കേരള കോൺഗ്രസിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കോട്ടയത്തെ ജനങ്ങൾക്കറിയാം, അവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനറിയാം. ശക്തിയില്ലെങ്കിൽ പാർലമെൻറ്റ് സീറ്റ് ഞങ്ങൾക്ക് തരുമോ? ശക്തിയില്ലെങ്കിൽ 3 അസംബ്ലി സീറ്റ് കോട്ടയത്ത് മത്സരിക്കാൻ തരുമോ? കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ്, പല പിളർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പിളർപ്പിലും ഇതുപോലൊരു പിളർപ്പ് പാലായിലും കോട്ടയത്തും സത്യത്തിൽ മറ്റേ കേരള കോൺഗ്രസ് എമ്മിനെ ബാധിച്ചിട്ടില്ല. ആരാ കേരള കോൺഗ്രസിനൊപ്പം ഇറങ്ങിയ? CF തോമസ് സാറ്, KM മാണി സാറിൻ്റെ നിഴലായിരുന്ന CF തോമസ് സാർ. എന്തൊരു അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഈ കേരള കോൺഗ്രസ് പാർട്ടി പിളരുന്നത് ആഗ്രഹിച്ച എല്ലാവരും മധ്യസ്ഥം പറഞ്ഞു. ജോസ് കെ മാണി അംഗീകരിക്കണം, CF തോമസ് ചെയർമാനായി തുടരട്ടെ, ആകട്ടെ. മാണി അപ്പം ജോസ് കെ മാണിക്ക് ചെയർമാനാണോ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ KM മാണി സാറ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ചെയർമാൻ്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാനാണ് ചെയർമാൻ്റെ ചുമതലകൾ വഹിക്കുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ PJ ജോസഫ് ചെയർമാനും അതിനുശേഷം ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാർ വർക്കിംഗ് ചെയർമാനുമായി, ജോസ് കെ മാണി ഡെപ്യൂട്ടി ചെയർമാനുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ജോസഫ് സാറ് വഴി CF സാർ വഴി നേരെ ജോസ് കെ മാണിയിലേക്ക് ഈ പാർട്ടി പൂർണ്ണമായി എത്തുമായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞു പറ്റത്തില്ല, ഇത് മാണി ഗ്രൂപ്പിൻ്റെ ആ ചെയർമാൻഷിപ്പ്. അപ്പോൾ ഉടനെ ഞാൻ ഓർക്കുന്നു ചർച്ചകൾ നടന്നു. PJ സാർ പറഞ്ഞു കുഴപ്പമില്ല. അന്ന് മാണി സാറ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം ജോസഫ് വിഭാഗത്തിൽ കൊടുത്തിരിക്കുകയാണ്. ആ വർക്കിംഗ് ചെയർമാനായിട്ട് ഞാൻ തുടർന്നോളാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു സീനിയറായിരിക്കുന്ന CF തോമസ് ചെയർമാൻ ആവട്ടെ എന്നുള്ള PJ ജോസഫ് സാറിൻ്റെ അടക്കം അല്ലെങ്കിൽ മധ്യസ്ഥരായി നിന്ന ആളുകളുടെ ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് CF സാറിനെ പോലും അംഗീകരിക്കാതെ അദ്ദേഹം സ്വയം പ്രഖ്യാപിത ചെയർമാനായി വന്നതാണ് ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ക്ഷീണം. അപ്പോൾ ഞാൻ പറഞ്ഞേ, CF സാർ അടക്കം, ജോയ് എബ്രാഹാം അടക്കം കോട്ടയം ജില്ലാ നേതാക്കന്മാരാ. ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയിരുന്നു, ഞാനടക്കം, ഇവിടെ തോമസ് ഉണ്ണിയാടടക്കമുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നു. ആ കേരള കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് ശക്തമായ അല്ലെങ്കിൽ അടിയൊഴുക്ക് അവരിൽ നിന്നുണ്ടായി. ആളുകൾ ഞങ്ങളോടൊപ്പം വന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 3 സീറ്റ് ലഭിച്ചത്. ഇന്ന് കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് ഏതായാലും ഒരു MLA ഉണ്ട്. ചങ്ങനാശ്ശേരിയും ഏറ്റുമാനും ഏറ്റുമാനും നോക്കാൻ പ്രത്യേക സാഹചര്യത്തിൽ റിവ്യൂ വന്നപ്പോൾ അത് തോറ്റുപോയി. ചങ്ങനാശ്ശേരിയിൽ ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ LDF ഒരു തരംഗമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട്, മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഏതാണ്ട് 100-ലധികം പഞ്ചായത്ത് 150 ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് കോട്ടയത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സംഘടനാപരമായ സംവിധാനങ്ങളും ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് ആര് പറഞ്ഞാലും അത് കുപ്രചരണം മാത്രമാണ്. ഞങ്ങൾക്ക് ശക്തി ഉണ്ടെന്നുള്ള ദിനമാണല്ലോ കേരള കോൺഗ്രസ് മാണി വിഭാഗം പറയുന്നത്. ജോസ് കെ മാണി വിഭാഗം പറയുന്നത് അവരുടെ ഏറ്റവും വലിയ വത്തിക്കാൻ കടുത്തുരുത്തിയിൽ ആരാ ജയിച്ച്? ഞങ്ങൾ ജയിച്ച്. അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ പാലായി ജയിക്കണ്ടായിരുന്നു, പാലായി പരാജയപ്പെട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞ ശക്തി അവർക്കില്ല. ഈ പാലയിൽ ശരിക്കും CPM തന്നെ തോപ്പിച്ചു കൊടുത്തെന്ന് പറയുന്നത്. CPM അല്ല, ഞാൻ പറഞ്ഞത് ജോസ് കെ മാണി വിരുദ്ധ വികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ഞടിച്ചു. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ജനങ്ങൾ വെറുത്തു തുടങ്ങി. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് സിറ്റിംഗ് MLA ആയിരിക്കുന്ന മാണി സി കാപ്പനെ മാറ്റിക്കളഞ്ഞ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ ചെല്ലുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ ലോക്സഭാ അംഗത്വമുള്ളപ്പോൾ രാജ്യസഭ കൂടി എടുത്ത അത് ജനം ഒന്ന് അദ്ദേഹത്തെ വെറുത്തതാണ്. വീണ്ടും സിറ്റിംഗ് MLA പാലായിൽ ഒരുപക്ഷെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് വേണ്ടി പാലാ പിടിച്ച മാണി സി കാപ്പനെ മാറ്റി ജോസ് കെ മാണി ചെന്ന് മത്സരിക്കാൻ ചെന്നപ്പോഴാണ് അത് നേരെ തലതിരിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളാണ്, രാഷ്ട്രീയത്തിലെ ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ പാർട്ടി ഇന്ന് അഗതിയിലെത്തിച്ചിരിക്കുന്നത്. താങ്കൾ ദീർഘകാലം ജോസ് കെ മാണിയെ ചേർന്ന് പോയ ഒരാളാണ്, കുറച്ചും കൂടി അടുത്ത് പരിചയമുള്ള ആളാണ്. ഇപ്പം രാഷ്ട്രീയക്കാർ എല്ലാ നേതാക്കന്മാരും, അതായത് തലമുതിർന്ന പല നേതാക്കന്മാരും, അത് UDF LDF പറയുന്ന ആൾക്ക് പറയുന്നത് ജോസ് കെ മാണി ഇതുവരെ രാഷ്ട്രീയ പക്വത നേടിയില്ല. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, അത് 100% ശരിയാണല്ലോ. ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഞാനൊക്കെ ഓർക്കുന്നു, ഞാൻ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ ചെയർമാനായി AIC പ്രവർത്തനം ആരംഭിച്ചു. ഒരു സെൻറ്റ് സ്റ്റീഫൻ കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റായി
അങ്ങനെ വന്ന് യൂത്ത് ഫ്രണ്ടിന് വാർഡ് പ്രസിഡൻ്റായി, ജില്ലാ നിയോജക പ്രസിഡൻ്റായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന പ്രസിഡൻ്റായി, അതിനിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി നിൽക്കുന്ന ആളാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ജോലിയൊക്കെ സമ്പാദിച്ച് ഒരു 35-40 വയസ്സോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത്. സത്യത്തിൽ അദ്ദേഹത്തെ അന്നാണ് ഞാൻ പോലും കാണുന്നത്. മാണിസാറിൻ്റെ വീട്ടിൽ പോകലും ഞങ്ങളങ്ങനെ ഇദ്ദേഹമായിട്ടൊന്നും പരിചയമില്ലായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു വലിയ പരിചയമൊന്നുമില്ല. മാണിസാറിൻ്റെ മകൻ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി, പുള്ളി കേരളത്തിൽ പഠിച്ചുവല്ലോ, കേരളത്തിൽ പഠിച്ചല്ലോ, ഞങ്ങൾ എല്ലാവരും മാണിസാറിൻ്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റൂല്ല. ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വലുതാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പ്രവർത്തിച്ചതാണ്. പക്ഷേ അദ്ദേഹം വലുതായി കഴിഞ്ഞപ്പോൾ പലരെയും അദ്ദേഹം മറന്നു. സീനിയർ നേതാക്കളെ ഒട്ടും പുള്ളിക്ക് അറിയില്ലായിരുന്നു. CF സാറിനെ പോലെ ആളെ അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കൂടെ നിന്ന് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ പോലും അങ്ങനെ അദ്ദേഹം അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവരോട് ആത്മാർത്ഥത പുലർത്താൻ അദ്ദേഹം സാധിച്ചില്ല. അപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ പക്വത അന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും കർഷകർക്കൊപ്പം നിന്ന പാർട്ടിയാണ്. കർഷകർക്ക് വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്, അങ്ങ് ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുന്നെയാണ് കേരള മുഖ്യമന്ത്രി നേതൃത്വം നടന്ന മന്ത്രിമാരുടെ ഒരു ഘോഷയാത്ര ഇതുവഴി കടന്നു പോവുകയും ഇവിടെ വെച്ച് കോട്ടയത്ത് വെച്ച് നടന്ന ഒരു വലിയ ഇവരുടെ സ്വീകരണ യോഗത്തിൽ വെച്ചിട്ട് സ്ഥല എം പി അപ്പം അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് UDF ഭാഗമായിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം പാർട്ടി ഇവിടെ എത്തിയപ്പോൾ LDF MP ആയ ആളാണ്. അദ്ദേഹം കർഷകരുടെ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്നൊരു നിലപാടാണ് സംസ്ഥാന മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഈ കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ, അത് കർഷകരുടെ വിഷയം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് നിന്ന് ഇദ്ദേഹത്തെ പിന്തുണക്കേണ്ടതായിരുന്നില്ല. ചാഴികാടൻ തീർച്ചയായിട്ടും ചാഴികാടന് ഞങ്ങൾ പിന്തുണയ്ക്കാതിരുന്നില്ല. അത് റബ്ബർ കൃഷിക്കാരൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ടായ അസ്വസ്ഥത, ആ അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ അതിലാദ്യം പ്രതികരിക്കേണ്ടിരുന്നത് ജോസ് കെ മാണിയാണ്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം കൈകൂപ്പി വണങ്ങുകയത്. ഞാൻ പറഞ്ഞല്ലോ, കൃഷിക്കാരൻ്റെ പാർട്ടിയായിരുന്നുവെങ്കിൽ ആ വേദിയിൽ തന്നെ ജോസ് കെ മാണിയിട്ട് തിരുത്തണമായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ MP പറഞ്ഞ കാര്യത്തിന് ചെവി കൊടുക്കാതെ അതിനെ അധിക്ഷേപിച്ച് ശരിയായില്ല, ഇത് കൃഷിക്കാരുടെ അവഗണനയാണ്, ഇത് പാലായാണ്, KM മാണിയുടെ മണ്ണാണ് എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും അന്ന് ജോസ് കെ മാണി കാണിക്കണമെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞ് അപലപിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും, അത് ചാഴികാടനാകട്ടെ ആരുമാവട്ടെ, ഇത്തരത്തിൽ ഒരു കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് അർഹമായ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രാധാന്യം കൊടുക്കണമായിരുന്നു ഞങ്ങളെല്ലാവരും പറഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗം. എന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം എത്ര വലിയ രാഷ്ട്രീയ തെറ്റിപ്പാണ് നടക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പാലായിൽ വന്ന് കൃഷിക്കാരനെയും ചാഴികാരനെയും അവമാനിച്ചിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മുന്നണി യോഗത്തിലെ കക്ഷി നേതാവാണ് ജോസ് കെ മാണി. അവർക്ക് മന്ത്രിയുണ്ട് റോഷി. ആ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് പകരം, മന്ത്രിസഭാ യോഗത്തിൽ അത്ര തീരുമാനം എടുപ്പിക്കുന്നതിന് പകരം നിവേദനമായിട്ട് വരില്ല മുഖ്യമന്ത്രി അടുത്ത്. ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. KM മാണി സാർ തുടക്കം കുറിച്ച റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് ഈ ഗവൺമെൻറ് അട്ടിമറിച്ചു. നിങ്ങളൊക്കെ ഓർക്കുന്ന ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരം പറ്റപ്പോൾ അതിനായി KM മാണി സാർ എഴുന്നേറ്റ് എന്ന് മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഈ കാരുണ്യ പദ്ധതിയെ കൊല്ലരുത് എന്നൊറ്റ നിർദ്ദേശമാണ്. പക്ഷേ ആ കാരുണ്യ പദ്ധതിയുടെ അവസ്ഥ എന്താ? ആ കാരുണ്യ പദ്ധതി പൂർണ്ണമായും നിർത്തിയിരിക്കുന്നു. കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് നമുക്കറിയാം 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിച്ചിരുന്ന കാരുണ്യ പദ്ധതി നിർത്തി. അതുപോലെ മാണിസാർ തുടക്കം കുറിച്ച റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് പൂർണ്ണമായും നിർത്തി. ഇതിനൊക്കെ എതിരെ ഒരു വാക്ക് പറയാൻ ജോസ് കെ മാണിക്കോ അവരുടെ പാർട്ടിക്കോ പറ്റുന്നില്ല. ഇന്ന് അവർ ആ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിമയായി തുടരുകയാണ്. അല്ല, ഇതിനിടയിൽ വേറൊരു വലിയൊരു ആരോപണമല്ല, ഒരു വലിയൊരു സത്യം ചില ആളുകൾ വെളിപ്പെടുത്തി. ചില കേരള കോൺഗ്രസ്സുകാർ തന്നെ പറയുണ്ടായി, ജോസ് കെ മാണിയും റോഷിയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. എനിക്കറിയില്ല, ഏതായാലും അങ്ങനെ സംസാരമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പാലായിൽ ജയിച്ച അദ്ദേഹം ധനകാര്യമന്ത്രി ആകാൻ വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ അന്ന് പാലായിൽ സംഭവിച്ചത്, റോഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ റോഷിയായിട്ട് വളരെ ആത്മസുഹൃത്താണ്, റോഷിയുമായി വളരെ അടുത്ത ആളുകൾ അന്ന് പറഞ്ഞ് ജോസ് കെ മാണി തോറ്റെങ്കിൽ റോഷി ചേട്ടൻ രക്ഷയുള്ളതെന്നാണ് പറഞ്ഞത്. ആ പരിപാടി പാലായിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നു. അത് ജോസ് കെ മാണിക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയാത്തതിനാ വെച്ചാൽ നമ്മളൊരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. യാഥാർത്ഥ്യം അതാണ്. പക്ഷെ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ജോസ് കെ മാണിക്ക് എൻ്റെ ഒന്നും തിരിച്ചറിയാം. ഞാനൊക്കെ കൂടെ നിന്നപ്പോൾ ചങ്കുപറിച്ച് അദ്ദേഹത്തിന് വേണ്ടി നിന്നയാളാണ്. ബാർക്കോഴ വിവാദം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓർക്കണം, അന്ന് റോഷി അഗസ്റ്റിനോ ജയരാജ് അടക്കവും മാണിസാറിനോട് മാണിസാറിനോട് സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവസാനം പ്രിയപ്പെട്ട മാണിസാർ എന്നെ വിളിച്ചു വരുത്തി, മോനെ ഈ വിഷയത്തിൽ നീയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ ആ അന്വേഷണ റിപ്പോർട്ട് വെച്ച് എല്ലാ ചാനലുകളിലും മാണിസാറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായി
ആ ബാർക്കോഴ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് മാണി സാറിന് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ ആരോപണത്തെ പ്രതിരോധിച്ച ആളാണ് ഞാൻ. അന്ന് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ചാനലിൽ റോഷി അഗസ്റ്റിൻ ഈ വിഷയത്തിൽ ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഡോക്ടർ ജയരാജ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അത് പുള്ളി നിറവേറ്റി. ഇടുക്കിയിൽ പുള്ളി ജയിക്കണമെന്ന് വേണ്ടി പണി നടത്തി. പാലായി ജോസ് കെ മാണി തോൽക്കാനുള്ള പണിയും അദ്ദേഹം നടത്തി എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. ജോസ് കെ മാണി എങ്ങനെ വിശ്വസിക്കട്ടെ എനിക്കറിയില്ല. റോഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് മാണി സാറിന്റെ പിൻഗാമി എന്നും ഞാനാണ് ദീർഘകാലമായി മാണി സാറിന്റെ കൂടെ നിലനിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയം ജോസ് കെ അതെ മാണി സാറിന്റെ പിൻഗാമി ആവാൻ വേണ്ടി പുള്ളി ചില ഗൂഢ നീക്കം നടത്തി. ഞാനിപ്പോഴും പ്രിയപ്പെട്ട ജോസ് കെ മാണി പാവം ജോസ് കെ മാണി എന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വഴിതെറ്റിച്ചു. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, മാണി സാറ് ജീവിച്ചിരുന്ന സമയത്താണ് കേരള കോൺഗ്രസിൽ നിന്ന് പി.സി. ജോർജ് പുറത്തു പോയത്. പി.സി. ജോർജ് പുറത്തു പോയ സമയത്ത് ഞാനന്ന് യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞ് അതായത് മുഹമ്മദ് ഇക്ബാൽ കഴിഞ്ഞ് ഞാൻ പ്രിൻസ് ലൂക്കോസ് പ്രസിഡന്റ്, ഞാൻ പ്രസിഡന്റാവും. അപ്പോൾ ഞാൻ പ്രസിഡന്റാകുന്ന സമയത്താണ് പി.സി. ജോർജ് പുറത്തു പോയത്. അപ്പോൾ ഞാൻ ഓർത്തു അവിടെ മത്സരിക്കേണ്ട അവസരമുണ്ടല്ലോ, യൂത്ത് ഫണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആഗ്രഹിക്കാം. ഞാൻ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മാണി സാറിനെ കാണണമെന്ന് ചോദിക്കാമെന്നിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാണി സാറിനെ പോയി കണ്ടു. മാണി സാറിനെ പോയി കണ്ടു. എനിക്ക് വേണ്ടിയല്ല പോയി കണ്ടത്. സാർ ഇപ്രാവശ്യം പൂഞ്ഞാർ സീറ്റ് നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞു. പൂഞ്ഞാർ സീറ്റ് പിടിക്കും. ആരാടാ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സിൻസിയറായിട്ട് പറഞ്ഞു, പൂഞ്ഞാറിൽ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞാൽ KM ജോർജിൻ്റെ മകനാണ്, അങ്ങനെ മത്സരം ജയിക്കുന്നില്ല. അപ്പോൾ മാണി സാർ പറഞ്ഞു അതല്ല മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാണി സാറ് അവിടെ പാലായിൽ നിന്നുള്ള ഒരാളെന്ന നിലയിൽ എന്നെ മത്സരിപ്പിക്കാൻ മാണി സാർ തയ്യാറായിരുന്നു. എന്നെ വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു, തയ്യാറാകുക, അവിടെ പോയി പ്രവർത്തിക്കണം. 1.5 വർഷക്കാലം മുഴുവൻ പ്രവർത്തിച്ചു. അവിടുത്തെ ചുവരുകൾ മുഴുവൻ എന്നെ കൊണ്ട് എഴുതിച്ചു. UDF ബുക്ക് എടുത്ത് മൊത്തം എഴുതിച്ചു. എല്ലാ പരിപാടികളും പി.സി. ജോർജിനെതിരെ എല്ലാ തരത്തിലുള്ള അറ്റാക്ക് നമ്മോട് നടത്തി. പി.സി. ജോർജിനെതിരെ മത്സരിക്കാൻ വേണ്ടി ഞാൻ 100% എനിക്ക് തരിക. ജോസ് കെ മാണിയെ സമ്മതിച്ചിരുന്നു. പക്ഷേ അവസാനം മാണി സാറല്ല അതിന് പ്രതി. ഞാൻ പൂഞ്ഞാറിൽ മത്സരിച്ചാൽ അത് അപകടമാണെന്ന് ചില ആളുകൾ മാണി സാറിനെ പറഞ്ഞ് മത്സരിച്ചു. അതിനകത്ത് 1ാം നമ്പർ പ്രതി റോഷി അഗസ്റ്റിൻ തന്നെയാണ്. അദ്ദേഹവും ഞങ്ങളുടെ പാലായിലെ നിയോജക പ്രസിഡന്റ് ഫിലിപ്പ് കുഴിവളം, ഇവർ രണ്ടുപേരുടെ മാണി സാറിന് ചോദിച്ചു, എനിക്ക് സീറ്റ് തരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സാറേ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? അവനെ ജയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും പാലായിക്കട നടക്കും. ഒരു MLA വെച്ച് വണ്ടി പോകും. അവൻ തോറ്റാൽ അടുത്ത പ്രാവശ്യം പാലാ സീറ്റ് ചോദിക്കും. ജോസ് കെ മാണിക്ക് കുരിശായിട്ടാണോ സാർ ഈ സീറ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് മാണി സാറിൻ്റെ കൈവിട്ടത്. മാണി സാറിനെ ഒരിക്കലും വഞ്ചിച്ചത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ മാണി സാറിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അവസാനം മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആളിനെ പിടിച്ച് ഇവിടെ കൊണ്ടുപോയി ജോർജ് ആഗസ്തി എന്ന് പറഞ്ഞാൽ KM മാണി സാറിനെയും ജോസ് കെ മാണിയും ഏറ്റവും കൂടുതൽ അപമാനിച്ച് ചീത്ത വിളിച്ച ആളിനെ കൊണ്ടുപോയി എനിക്ക് വരെ സ്ഥാനാർത്ഥിയാക്കി. 26,000 വോട്ടിന് പി.സി. ജോർജ് വിജയിച്ചു. അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറക്കി. അദ്ദേഹം അതിലെ മുസ്ലിം ഹൈന്ദവ വോട്ടുകൾ അദ്ദേഹത്തിനെതിരായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കേണ്ട, ഒരു പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവനെ, പ്രവർത്തിക്കുന്നതിനെ ഒഴിവാക്കി അപ്പുറം നിൽക്കുന്നതിനെ പിടിച്ചുകൊണ്ട് സീറ്റ് കൊടുക്കുന്ന പരിപാടി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് കൊടിയ വഞ്ചനയാണ്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനോട് കാണിക്കുന്ന അനീതിയാണ്. ആ അനീതിക്കുള്ള ശിക്ഷ തിരിച്ചടി ഇത് അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ ചോദിച്ചാൽ നമ്മുടെ പല നേതാക്കന്മാരും അവൻ വളർന്നാൽ എനിക്ക് ക്ഷീണമാണെന്ന് ചിന്തിക്കുന്ന ആ ചിന്തയാണ് എനിക്ക് അന്ന് ആ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് എനിക്ക് തിരിച്ചടി ഉണ്ടായതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് കേരള കോൺഗ്രസിനെ കുറിച്ചിട്ട്, അതായത് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി 22 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന, മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന, ഏറ്റവും നിലപാടുകളൊക്കെ കൃത്യമായി എടുപ്പിക്കാൻ പറ്റുന്ന അത്രയും ശക്തി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. 2 വിഭാഗമായി നിൽക്കുമ്പോഴും. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേരള കോൺഗ്രസിൻ്റെ 6 വിഭാഗമായി നിൽക്കുകയാണ്. അതിൽ തന്നെ പകുതി ഇപ്പുറം നിൽക്കുന്നു, പകുതി അപ്പുറം നിൽക്കുന്നു. കാലാകാലമായി UDF LDF കൊണ്ട് നടന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസ് ശക്തി അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് UDF-നെയും LDF-നെയും ഒന്നും കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മുടെ നേതാക്കന്മാർ, കേരള കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് അവർക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടാൻ പാർട്ടിയെ പിളർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ചിലപ്പോൾ കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ CPM പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രോത്സാഹനം വീഴാതെ നിൽക്കാനുള്ള ബുദ്ധിയും ശേഷിയും നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ ഗതിയിൽ പല ഭാഗങ്ങളായി ചെറു നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ പിളർപ്പുകളില്ലാതിരിക്കുവാൻ കേരളം പണ്ടേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായേനെ. അതിപ്പം നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇന്ന് വന്നൊരു വാർത്തയിലേക്ക് നമുക്ക് ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നിൽ ഇന്ന് വന്നൊരു വാർത്തയെ കുറിച്ചാണ്. അതായത് കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ തൽപരനാണ് എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി? കോട്ടയം സീറ്റ് അത് ഇന്നലെ എൻ്റെ ചില മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണല്ലോ, ആരായിരിക്കും സ്ഥാനാർത്ഥി? ഫ്രാൻസിസ് ജോർജ്,
PC തോമസ്, പിന്നെ നമ്മുടെ MB ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് കേൾക്കുന്നു. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ എല്ലാവരും യോഗ്യരാണ്. അവരെക്കാൾ കൂടുതൽ യോഗ്യതയുള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എനിക്ക് പൂഞ്ഞാർ സീറ്റ് ലഭിക്കാമെന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം കോട്ടയം ജില്ലയിലെ UDF ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിൽ എനിക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഞാനത് പാർട്ടി ചെയർമാൻ്റെ അടുത്ത് സീറ്റ് മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ അനുവദിച്ചാൽ ഞാനവിടെ മത്സരിക്കും. ഇനി അതല്ല പാർട്ടി ചെയർമാനോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, എനിക്ക് മറ്റൊരാളെങ്കിൽ ഞാൻ ആ പാർട്ടിക്കൊപ്പം മുന്നണിക്കൊപ്പം നിൽക്കും. അത് എൻ്റെ ഒരു ആവശ്യം ഞാനവിടെ പ്രകടിപ്പിച്ചു. ഞാൻ യൂത്ത് ഫണ്ടിൻ്റെ വാർഡ് പ്രസിഡൻ്റായി പ്രവർത്തനം തുടങ്ങിയ നമ്മൾ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡൻ്റായി, പാർട്ടി ജില്ലാ പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ച് എല്ലാ തരത്തിലും ഫീൽഡിൽ നമുക്ക് ബന്ധമുള്ള ആളെന്ന നിലയിൽ എനിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ. അതല്ലെങ്കിൽ പാർട്ടി പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനിടയിൽ ചില ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് PJയുടെ മകൻ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ പാർട്ടിയിൽ? ഒരിക്കലും ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ല. ഇനി ജോസഫ് സാറിൻ്റെ മകനോ മോൻസ് ജോസഫോ ഇവരെ കാര്യം മത്സരിക്കുന്നതിലൂടെ ആർക്കാ സംശയം? എനിക്കറിയാം ജോസഫ് സാറിൻ്റെ മകൻ അബു, അദ്ദേഹമായിട്ട് പലപ്പോഴും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ജോസഫ് സാർ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കും അവിടെ തർക്കം? വൻഭൂരിപക്ഷത്തിൽ വിജയിക്കും. കടുത്തുരുത്തി MLA ആയിരിക്കുന്ന മോൻസ് ജോസഫ് മത്സരിക്കാൻ ആഗ്രഹം വയ്ക്കുന്നുണ്ടോ? ഞങ്ങളാരും കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം പിന്നെ മറ്റുള്ള ആളുകളൊക്കെ വന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ആർക്കും തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സിറ്റിംഗ് MLA വീണ്ടും മത്സരിപ്പിച്ചാൽ വീണ്ടും റിസ്ക് ഏറ്റെടുക്കില്ല. അത്തരത്തിലുള്ള റിസ്കിലേക്ക് സിറ്റിംഗ് MLA മോൻസ് ജോസഫ് അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ ആരും എതിരല്ല. അദ്ദേഹം നല്ല വലിയ വിജയസാധ്യതയുണ്ട്. ഈസി വാക്ക് ഓവർ എന്ന് തന്നെ പറയാം. ആ ഒരു സംശയമില്ല. അദ്ദേഹമോ ജോസഫ് സാറൊക്കെ മത്സരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റാരെങ്കിലും പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി ചെയർമാൻ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി മത്സരിക്കും. അതിനകത്ത് എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, എങ്ങനെയായാലും UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും തന്നെ ഉറപ്പിച്ച് പറയാം. 100%. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ആ സ്ഥാനാർത്ഥി ആരുമായിക്കോട്ടെ ഇവിടെ ഈ തവണ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും. അവിടെ പരാജയപ്പെടുന്നു എന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. കാരണം ഇത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത്, അതിലെല്ലാം ഉപരി UDFനെ വഞ്ചിച്ചു പോയ തോമസ് ചാഴികാടനും ജോസ് കെ മാണിക്കും അല്ലെങ്കിൽ കോട്ടയത്തെ ജനങ്ങൾ ഒരു തിരിച്ചടി നൽകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു. ആ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇതാണ് UDFന്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകാൻ പോകുന്നത്. താങ്കൾ സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആയില്ലെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. നന്ദി, നമസ്കാരം.